അങ്കത്തട്ടിന് പുറത്ത് നിൽക്കാതെ അകത്തേക്ക് പോരിനി വരി. ഇവിടെ ഷൂട്ട് നടക്കണം, മുറ്റത്തെങ്ങാണ് പോയി കളി. വിഡ്ഢികളെ, വിഡ്ഢികളെന്നോ? പോരിന് വരി. നിങ്ങൾ ആരുടെ? കണ്ണപ്പൻ ഉണ്ണി. ഇയാൾക്ക് കഴിഞ്ഞ ആഴ്ച വന്നുകൂടായിരുന്നോ? ഞാൻ ഫ്രീ ആയിരുന്നു, ഇന്നിപ്പോ സമയമില്ല. അന്നൊരു കല്യാണം ഉണ്ടായിരുന്നല്ലയാ, പറ്റില്ല. അപ്പൊ അതിന് മുമ്പുള്ള ആഴ്ച വരാൻ എന്തായിരുന്നു? അന്ന് എന്റെ ചിറ്റപ്പന്റെ മോടെ കല്യാണം. കല്യാണമായിരുന്നു. അപ്പൊ കഴിഞ്ഞ മാസമെങ്കിലും വന്നുകൂടായിരുന്നു. കല്യാണമായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോളെ, ഇയാള് കണ്ണപ്പനുണ്ണിയാണോ അതോ കല്യാണ ഉണ്ണിയാണോ? എനിക്ക് തോന്നുന്നേ മണ്ണുണ്ണിയാന്നാ. അത് കറക്റ്റാ. അല്ലല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കൈക്കും കാലിലും എന്തോ അസുഖമുള്ള ആളാന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ കളിയാക്കാൻ പാടില്ല. എന്തേ? അല്ല, ഞാൻ ഇങ്ങനെ വന്നോണ്ടാണോ? അതെ, ഞാൻ കുതിരപ്പുറത്ത് വന്നതല്ലേ. എന്നിട്ട് കുതിര എവിടെ? കുതിര എവിടെ? CC അടയ്ക്കാൻ കാശില്ലാത്തോണ്ട് ഊട്ടിയിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അല്ല, പിന്നെ ഇങ്ങനെ വന്നേ? എനിക്കൊരു ചിന്താഗതി ഉണ്ട്, ഇവിടെ കുതിരയുണ്ടെന്ന്. ഞാൻ ഒരു ഐഡിയയിൽ ഇങ്ങനെ വന്നതല്ലേ. ഇയാള് കണ്ണപ്പനുണ്ണിയാണെന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ ഒളിപ്പോരെന്ന് പറയുന്ന ഒരു മുറയുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് വിവരിക്കണം. അതായത് ഞാനും എന്റെ ശിഷ്യന്മാരൊക്കെ ഈ വഴി കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ശത്രുക്കൾ ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഏതെങ്കിലും മരത്തിന്റെ ബാക്കിൽ ഒളിച്ചു. അവരുടെ കയ്യിൽ ആയുധങ്ങൾ വല്ലതും ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ശിഷ്യന്മാരോട് പറയും, പോര് പോരേ, അവിടെ നിൽക്കണ്ട, പോരേ. അതാണ് ഒളിപ്പോര്. ഓക്കെ അല്ലേ? ഈ പുറത്തെ വരയും കുറിയൊക്കെ എന്താണ്? വീട്ടിലൊരു മെനക്കെട്ട പൂച്ച മാന്തിയാന്നേ. പൂച്ച മാഞ്ചി വെളുത്തിരിക്കുവോ? അവിടെ എല്ലാം ഞാൻ ക്രീം ഇട്ട്, ഓയിൽമെന്റ് ഇട്ടുന്നു. കാളാൻ പൂളാളിട്ടെന്നു. ഈ കണ്ണപ്പനുണ്ണി എന്നൊക്കെ പറയുന്ന ആൾക്കാർ വെളുത്തിരിക്കുന്ന ഞങ്ങള് വടക്കമ്പാട്ടിലുള്ള ആൾക്കാരെ, അവരുടെ ഫാമിലിയൊക്കെ വെളുത്ത ആൾക്കാരാണ്. നമ്മളൊക്കെ പാട്ടുകളിലൊക്കെ പറയുന്നുണ്ട് അവരെ അതുപോലെ അങ്ങനെയാണെന്ന്. ഇതിപ്പോ കറുത്തിരിക്കുകയാണല്ലോ, പൂ പോലെ അഴകുള്ള അല്ലേ? അതെ അതെ. ഞാൻ സായിപ്പിനെ പോലെ ഇരുന്നതാ, സായിപ്പിനെ പോലെ. ഈ ആരെങ്കിലും ഒക്കെ ആയിട്ട് അടി കൂടുമ്പോഴേ ശരീരം മുറിയും. ഞാൻ അവിടെ ആരും അറിയാതിരിക്കാൻ വേണ്ടി കൺമഷി, അങ്ങനെ ഫുള്ള് കൺമഷി തേച്ച് അപ്പൊ തുടച്ചാ വിളക്കൂല്ലേ? പിന്നെ തുടച്ചാ വിളി. ആരും അവസരം തരുന്നില്ല. അവസരം തരുന്നില്ല, നാട്ടുകാർ സമ്മതിക്കുന്നില്ല. തുടച്ചു കളയാൻ വീണ്ടും വീണ്ടും ഞാൻ തേച്ചോണ്ടിരിക്കും. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് എന്തെന്നറിയാം, ഒരു പാട്ട് പാടാൻ തോന്നുന്നു. പുള്ളിയെ കണ്ടപ്പോ പാട്. കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, പാടി. മാനത്ത് നെങ്ങാനം വന്നതാണോ. അത് അവിടെ വെച്ച് നിർത്തി കളഞ്ഞ. അതിന്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ട് നിർത്തിയതാ. എന്ന് നിർത്തിയെന്നു? മാനത്ത് നിന്നെങ്ങാണം വന്നാണോ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് നിർത്തിയ കാര്യം തോന്നുന്നു എനിക്കറിയാം. മാനത്ത് നിന്നെങ്ങാണം വന്നാണെന്ന് അതാണോ അവിടെ ദേഷ്യം വന്നത്? അല്ലെ, ഭൂമിയിൽ എന്തായാലും ഇതുപോലെ സാധനം ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. മാനത്തു നിന്നാണോ ചോദിച്ചത്, അതാണ് ചോദിച്ചത്. അത് മാനം എന്ന് പറഞ്ഞാലേ കാർമേഘത്തിന്റെ ഇടയിൽ നിന്ന് വന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയി ഒരു സംശയം, അതുകൊണ്ടാണ് ആ പാട്ട് പാടിയത്, അവിടെ വെച്ച് നിർത്തിയത്. വേറൊന്നുമല്ല, ചന്ദ്രൻ ചതിച്ച ചാതിയാണുല്ല, ചന്ദ്രൻ ചതിച്ച ചാതിയാ നെൽസ. ഏത് ചന്ദ്രൻ? എന്റെ അച്ഛൻ. നാം വെല്ലുവിളിക്കുകയാണ്, പോരിന് വരി. 12 വർഷം ഞങ്ങൾ അകത്താക്കിയിട്ടേ നീ അടങ്ങത്തുള്ളൂടെ. ഈ കണ്ണപ്പനുണ്ണിയോടാണോ നിങ്ങളുടെ കളി? മടിച്ചു നിൽക്കാതെ അറച്ചു നിൽക്കാതെ ഈ അങ്കത്തട്ടിലേക്ക് കയറി വരി. നിന്റെ അസ്ഥി എന്റെ കുരുങ്ങുന്നു, നീ ആ ശ്വാസം മര്യാദക്ക് വിട്. ഡയലോഗ് അടിക്കാതെ വാഴോ. നാം വെല്ലുവിളിക്കുകയാണ്. ഭയങ്കര കഷ്ടമാണല്ലോ ഇത്. എന്തൊരു നാശം എന്ന് പറയുന്നത്. ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറയാം. അതെ, ഞാനൊരു ചെറിയ അംഗം കാണിച്ചിട്ട് വരാം. എണീക്കടാ, എണീക്കാൻ. കുറെ നേരമായിട്ടൂടെ ഞങ്ങൾ ക്ഷമിക്കുന്നു. കടക്ക് പുറത്ത്. വന്നാലേ ഒരു കാര്യം പറയാം. എന്താ അളിയൻ? ആരളിയൻ?
ഇവിടെ ഈ അമൃത ടി വിയിൽ പറഞ്ഞേ എന്ത് സാധനം ഒന്ന് ടെലികാസ്റ്റ് ചെയ്യാതിരിക്കാന്ന് പറയൂ. ഇത് ടെലികാസ്റ്റ് ചെയ്യും. താനൊക്കെ നാണം കിടണം. അല്ലേ ഞാൻ കണ്ണപ്പനുണ്ണിയാണേ. എന്താ ടെലികാസ്റ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം? പാണനാരെന്നും പറഞ്ഞൊരു പണ്ടരക്കാലനില്ലേ, ഉണ്ട്. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടും. മൊത്തം പൊളിഞ്ഞു പോകും. സകല വില നാണം കെടും. താനൊക്കെ നാണം കിടണം. ഇറങ്ങിപ്പോളൂ. കുതിര പോടാ.